ബോട്ട് എവിടാ? ബോട്ട് പോയി. പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ചു. ബോട്ടിലുണ്ടായിരുന്ന 2 മത്സ്യത്തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. പൊന്നാനി അഴീക്കൽ സ്വദേശിയും ബോട്ടിന്റെ സ്ട്രാങ്കുമായ കുറിയമാക്കാനകത്ത് അബ്ദുൾ സലാം, പൊന്നാനി പള്ളിപ്പടി സ്വദേശി പീക്കിന്റെ അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മരണപ്പെട്ടത്. കപ്പൽ വന്നിടിച്ചതാണ്. കപ്പലുകാരും പറഞ്ഞ് കപ്പൽ ഇടിച്ചിട്ട് അവരെ മാന്യത ചെയ്ത് അവർ ഇടിച്ചിട്ടിട്ട് പോയിട്ടൊന്നുമില്ല. 4 ആളെ രക്ഷപ്പെട്ട് 2 പേരെ രക്ഷപ്പെടാൻ 2 പേര് ബോട്ട് മറിഞ്ഞപ്പോ ആ ഇടയിൽപ്പെട്ടു പോയി. ആ ഇടയിൽപ്പെട്ട ബോട്ടിന്റെ പകുതി പീസ് അവിടെ കിടക്കുമ്പോ ആ ബോട്ടിനെ നിർത്താൻ വേണ്ടിയിട്ടാണ് പോലീസ് ബോട്ടിനെ വിളിച്ചത്. ഇതിനെന്താ അറിയില്ല. പോലീസ് ബോട്ട് വന്നിട്ട് കണ്ടിട്ട് ഈ ആളുകൾ ഇറങ്ങിയിട്ട് നമ്മളെ ബോട്ടിൽ നിന്ന് 2 ആളുകൾ ചാടിയിട്ട് വരെ പോയിട്ട് മറ്റുള്ള ബോട്ടിൽ നിന്ന് ആളുകൾ ചാടിയിട്ട് പോലീസ് ബോട്ടിലത്തെ ആളുകൾ വന്നിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യണം. ബോട്ട് നോക്കിയിട്ട് വിളിച്ചിട്ട് ഒരു ഉപകാരമില്ല. ഈ അപകടം നടന്ന അന്നേരം മുതൽ ഞാൻ ബന്ധപ്പെടുന്നുണ്ട്. വിളിച്ച് ബന്ധപ്പെടുമ്പോൾ അവരോട് അടുത്തുള്ള ബോട്ടുകാരെല്ലാം ഓടിയിട്ട് അവിടെ നല്ല രീതിയിൽ പരിശോധന നടത്താനാണ് പൊന്നാനിയിലെ മത്സ്യത്തൊഴിലാളികളെ ഇടപെടൽ മൂലമാണ് ആ ബോഡി കിട്ടിയത്. കാരണം പറഞ്ഞാൽ കുറെ മുമ്പ് കൂടി ആ ബോട്ട് പൊളിഞ്ഞ ബോട്ട് അത് കുറച്ച് നേരത്തെ മറിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി നേരത്തെ ഇപ്പൊ മരിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ മരിച്ചാലും കുറച്ച് നേരത്തെ 4 പേരെ നമ്മൾ രക്ഷപ്പെടുത്തിയല്ലോ. ഒരുപക്ഷെ നേരത്തെ നടത്തിയിരുന്നെങ്കിൽ 2 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ ചിലപ്പോ ഒരുപക്ഷെ പറ്റുന്നില്ല. ഞായറാഴ്ച അർദ്ധരാത്രിയിലാണ് സംഭവം. പൊന്നാനി ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ പൊന്നാനി അഴീക്കൽ സ്വദേശി നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലഹ ബോട്ടിനെയാണ് കപ്പലിടിച്ചത്. തീരത്തുനിന്ന് 20 നോട്ടിക്കൽ മൈൽ അകലെ മാന്നലാം കുന്ന് ഭാഗത്തുവെച്ചാണ് അപകടമുണ്ടായത്. 6 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. അപകടത്തിൽപ്പെട്ട ബോട്ടിൽ നിന്നും കടലിൽ തെറിച്ചു വീണ 4 തൊഴിലാളികളെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തി. അയ്യൂബ്, മൻസൂർ, ബാദുഷ, മജീദ് എന്നിവരാണ് രക്ഷപ്പെട്ടത്. അപകടമറിഞ്ഞ ഉടൻ പൊന്നാനിയിൽ നിന്നുള്ള ബോട്ടുകൾ സംഭവസ്ഥലത്തെത്തുകയും കാണാതായ 2 പേർക്കായി തിരച്ചിൽ നടത്തുകയും ചെയ്തു. അബ്ദുൾ സലാമിന്റെയും അബ്ദുൾ ഗഫൂറിന്റെയും മൃതദേഹങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ തെരച്ചിലാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.